വെൽക്കം ടു ലാമീസ് വേൾഡ്. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ പട്ടയും ഏലക്കായും ഗ്രാമ്പും നല്ല ജീരകവും പെരുംജീരകവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും പിന്നെ പച്ചപ്പട്ടാണി വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതാ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ടയും ഏലക്കായയും ഗ്രാമ്പും നല്ല ജീരകവും പെരുംജീരകവും എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ സവാളയാണ് ചേർക്കുന്നത്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായതിനു ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ് ചേർക്കുന്നത്. അതൊന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഞാൻ എന്താ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ബീൻസാണ് ചേർക്കുന്നത്. അതിനുശേഷം ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണി കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3 ടീസ്പൂണോളം അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കുകയാണ്. അതിനുശേഷം ഇതാ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ പാൽ 1-ാം പാലായിട്ടും 2-ാം പാലായിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആദ്യം ചേർക്കുന്നത് 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-ാം പാൽ ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2-ാം പാലിലിട്ടിട്ടാണ് ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. കുറച്ച് മല്ലിച്ചപ്പും ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതാ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തൈര് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാലിൽ നിന്നും പകുതി പാലെടുത്തിട്ട് അതിൽ കസ്കസും അണ്ടിപ്പരിപ്പും വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം.
തൈരിന് പുളി കുറവായതിനാൽ ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതാ മല്ലിയില കൂടി ചേർക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.